ഭാഷയും ദേശവും തിരിച്ചറിയാതെ കുഴങ്ങിയ മുരളി ഒരുപറ്റം നല്ല മനസ്സുകളുടെ സഹായത്തോടെ തിരികെ നാട്ടിലെത്തി. മുട്ടം ശങ്കരപ്പള്ളി വീട്ടിൽ വെഞ്ചാപ്പുറത്ത് മുരളിനെയാണ് തമിഴ്നാട്ടിലെ വിതുര നഗറിൽ നിന്നും കണ്ടെത്തിയത്. മാനസിക അസ്വസ്ഥമുള്ള മുരളി 2024 മാർച്ച് 16-നാണ് കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലത്തെ വീട്ടിൽ നിന്നും ബാങ്ക് പാസ്ബുക്കുമായി പോയത്. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലായിരുന്നു. കിസാൻ പദ്ധതി പ്രകാരം ബാങ്കിൽ നിന്ന് പണം ലഭിച്ചതിനെ തുടർന്ന് എവിടെ പോയാലും SBI പാസ്ബുക്ക് കയ്യിൽ കരുതും. മുൻപ് 3 തവണ കാണാതായിരുന്നു. മാർച്ചിൽ വീണ്ടും കാണാതായതിനെ തുടർന്ന് കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവരമൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് അന്വേഷണം അവസാനിപ്പിക്കാനിരിക്കെയാണ് വഴിത്തിരിവ്. 6 വർഷം മുൻപാണ് മുട്ടത്ത് നിന്നും കടുത്തുരുത്തിയിലേക്ക് താമസം മാറിയത്. ഭാര്യ ഷീജ വിദേശത്താണ്. മകനായ അക്ഷയ് എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അദ്വൈത് വിദ്യാർത്ഥിയാണ്. ശനിയാഴ്ച രാവിലെ ആവിയൂർ പോലീസ് സ്റ്റേഷനിലെ GRIP രംഗരാജനാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരവെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മുരളിയെ കണ്ടെത്തിയത്. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന രംഗരാജൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. താടിയും മുടിയും വെട്ടി വൃത്തിയാക്കി, കുളിപ്പിച്ച് വസ്ത്രം, ഭക്ഷണം എന്നിവ നൽകി. പാസ്ബുക്കിലെ വിവരങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ മുട്ടം സ്റ്റേഷനിലേക്ക് കൈമാറി. തുടർന്ന് തിരുമംഗലത്ത് നിന്നും തമിഴ്നാട് RTC ബസ്സിൽ തേനിയിലേക്ക് ബസ് ടിക്കറ്റ് എടുത്ത് നൽകി. ഒപ്പം 500 രൂപയും. വാട്സപ്പ് സന്ദേശത്തിലൂടെ വെള്ളൂർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. വെള്ളൂർ സ്റ്റേഷന് മുൻപുണ്ടായിരുന്ന CPO സുമൻ P മണി രേഖാചിത്രം വരയ്ക്കുന്നയാളുടെ സഹായത്തോടെ മുരളിയെ തിരിച്ചറിഞ്ഞു. യാത്ര ചെയ്ത് ബസ്സിലെ കണ്ടക്ടറുമായി ബന്ധപ്പെട്ടു. തേനിയിൽ നിന്നെത്തിയ ബസ്സിൽ മുരളിയെ മൂന്നാറിലേക്ക് കയറ്റിവിട്ടു. വെള്ളൂർ സ്റ്റേഷനിലെ AI KP രാംദാസിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കടുത്തുരുത്തി സ്റ്റേഷനിൽ മുരളിയെ എത്തിച്ചു. തുടർന്ന് കോട്ടയം കോടതിയിൽ ഹാജരാക്കി. ഭാര്യാമാതാവ് ലീല കുഞ്ഞുമോനൊപ്പം വിട്ടയച്ചു. തുടർന്ന് ചികിത്സയും ഉറപ്പാക്കി.